ഒന്നാമത് അല്ല ഒന്നാമത് നാടകം താത്തട കർട്ടൻ. സുധാകര, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി പുറത്തോട്ട് വാടാ. ഓ, നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ? ആ സുധാകരൻ എങ്ങനെ ഇറങ്ങി വന്നാലോ? വരില്ലടി, വരില്ല. അതെന്താ? അവനും അവന്റെ ഭാര്യയും കൂടി പെരയും പൂട്ടി പുറത്തോട്ട് പോണ കണ്ടോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ സാവിത്രിക്കുട്ടി, നിനക്കറിയാമോ? ഇല്ല. അയ്യോ, അറിയാൻ മേലാത്ത കാര്യം ചോദിച്ചു മനസ്സിലാക്കി കൂടെ നിനക്ക്? ആഹാ, നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഞാൻ കാണിച്ചു തരാം. സാവിത്രിക്കുട്ടി, അരുത് സാവിത്രിക്കുട്ടി, അരിവേഗമൊന്നും കാണിക്കരുത്. ഓ, ഈ വീട്ടിൽ ഒരു അഴ കെട്ടാൻ പോലും മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ലേ? എവിടെ നമ്മുടെ മകൾ? കോളേജ് വിട്ടിട്ട് ഇതുവരെ അവളെ കണ്ടില്ല. പറഞ്ഞ് മോളെ എടുത്ത് വായിലേക്ക് ഇട്ടില്ല. ദേ നാക്ക നടന്നു വരുന്നു. എവിടെ ഹായ് ഡാഡി. കുരുത്തം കെട്ടവളെ, ജനിപ്പിച്ച സ്വന്തം തന്തയും തള്ളയും ആണോടി ഡാ ഡി എന്നൊക്കെ വിളിക്കുന്നത്? സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തോന്ന്? നിങ്ങളെ എന്നെ ജനിപ്പിച്ചതെന്ന്. ആരാടി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ബൈക്കിന് വിട്ടത്? അതെന്റെ ക്ലാസ്മേറ്റ് തമ്പിയാ. ഞങ്ങള് ചിന്നത്തമ്പി എന്ന് വിളിക്കും. ഇന്നലെ വരെ വീടിന്റെ വഴിയിൽ വരെ കൊണ്ടുവന്ന് വിടുമായിരുന്നു. ഇപ്പൊ ഞാൻ നിർബന്ധിച്ചപ്പോഴാ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്. നിനക്ക് ഇന്ന് കോളേജിൽ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞതല്ലേ? അയ്യോ അമ്മേ, ഇന്ന് എനിക്ക് ആനിവേഴ്സറി ആണമ്മേ. ആനിവേഴ്സറി ആയിട്ടാണോടി നീ ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കുന്നത്? അയ്യോ, ഇന്നെന്റെ കോളേജിൽ പരിപാടിയാണെന്ന്. പരിപാടിയായിട്ട് എന്റെ മോൾക്ക് സമ്മാനമൊന്നും കിട്ടിയില്ലേ? കവിത പാടി, എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല അച്ഛാ. എങ്ങനെ കിട്ടാനാണ്? കവിത പാടിയ കവിതക്ക് കിട്ടും സമ്മാനം, നിനക്കെങ്ങനെ കിട്ടാനാണ്? അല്ലച്ചാ, ഞാൻ ഒരു കവിത പാടി, എന്നിട്ട് എനിക്ക് ഒരു പ്രൈസും കിട്ടിയില്ല. കിട്ടില്ല, നിനക്ക് തീരെ അക്ഷരഫ്ലോറിസ ഇല്ലല്ലോ. അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോളെ? ഉറപ്പാണല്ല. ആ പിന്നെ, ഓട്ടത്തിന് എനിക്ക് അച്ഛ പ്രൈസ്. നിന്റെ അമ്മയും നല്ലൊരു ഓട്ടക്കാരത്തി ആയിരുന്നു. നീ ഇങ്ങനെ ഓടിച്ചാടി നടന്നോ? ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ വിവാഹം നടത്തണം. വിവാഹം 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 എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ ഞാൻ കേട്ടു പോകരുത്. പിന്നെ കല്യാണം, അത് മതി. മോളെ, നിന്റെ മുറിച്ചെറുക്കൻ നാളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഉടനടി നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. സാധ്യമല്ല. എന്റെ കഴുത്തിൽ ഒരു മാല കെട്ടുന്നെങ്കിൽ അതെന്റെ ചിന്നത്തമ്പി മാത്രമായിരിക്കും. 10 മാസം ചുമന്ന് വെറ്റ അമ്മയേക്കാൾ വലുതാണ് ഇന്നലെ വന്ന ചെറുക്കനെങ്കിൽ നീ ബോഡി പിന്നെ ഈ അമ്മ ജീവനോടെ കാണില്ല. അമ്മേ. മോളെ, അമ്പലമുറ്റത്ത് കുറുകുന്ന പറവകൾ ഭൂമിയുടെ ഭ്രമണപഥം താഴേക്ക് വരുമ്പോൾ അതിന്റെ ഉദാത്തമായ ഭാഗമല്ലേ മോളെ നാം എല്ലാവരുടെയും നല്ല ഭാഗം? അച്ഛാ, എന്താ ഈ പറയുന്നേ? ഞാനും എന്തെങ്കിലും 4 ഡയലോഗ് പറയട്ടെ, ഇല്ലെങ്കിൽ പുറത്ത് കേട്ടിരിക്കണവരെന്നാ വിചാരിക്കും. വാ അച്ഛാ, പൊരിച്ച കോഴി നെയ്മീൻ കറിയൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മുളക് കൂട്ടി കഞ്ഞി കുടിക്കാം. അല്ല, ആരിത്? മണികണ്ഠനോ? എപ്പോ വന്നു? എന്താ പെട്ടിക്കകത്ത്? കൊറേ ഡ്രസ്സാ. എന്തിനാടാ എല്ലാവർക്കും ഡ്രസ് എടുത്തത്? എന്റെ പൊന്നെ, ഇത് കൊറേ അഡ്രസ് ആണെന്ന്. നീ കുറച്ചു കാലം ഇവിടെ കാണുമല്ലോ. ഇല്ല ഇല്ല, എനിക്ക് ഭയങ്കര ബിസിയാ. ഏറിയ 20-25 വർഷം. അതുവരെ എനിക്ക് നിക്കാൻ പറ്റൂ. എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ എന്റെ ഭാവി വധുവിനൊന്ന് വിളിച്ചേ. മോനെ മണി കണ്ട? ഇല്ല, മണി കണ്ടില്ല, ഒരു കണി കണ്ടായിരുന്നു. വൃത്തികെട്ടവൻ. മോളെ മൈത്രി. ആഹാ, മൈത്രി, നല്ല പേര്. നിന്നെ കണ്ടപ്പം മോൾക്ക് സന്തോഷമായി. സന്തോഷമായി? ഇവൾക്ക് എന്താണ് ബന്ധം? സന്തോഷമായിട്ടല്ല, എനിക്ക് ചിന്നത്തമ്പിയായിട്ടാ ബന്ധം. നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എടി മൈത്രി മോളെ, ഈ വിവാഹത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഒരു തുണ്ട് കയറിൽ ഞാൻ കെട്ടിത്തൂങ്ങി ആടുമടി. അരുതമ്മാവാ, അരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ? ഈ റോപ്പ് കൊണ്ടുപോ, ആ കയറ് ചിലപ്പോ പൊട്ടി വീഴും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ കല്യാണം ഞാൻ നടത്തും. എങ്കിൽ ആ കൊക്കിനെ ഞാൻ വെടിവെച്ച് കൊല്ലും. ഹായ് ചിന്നത്തമ്പി ചേട്ടൻ. അയ്യോ, കാലിൽ എന്ത് പറ്റി? എന്തോ ഒന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്താണെന്നറിയാൻ ഒന്നുകൂടെ ചവിട്ടി നോക്കി. അച്ഛാ, ഞങ്ങള് പിരിക്കരുത് അച്ഛാ, പിരിക്കരുത്. നിങ്ങളെ പിരിക്കാൻ എന്റെ കയ്യിൽ രസീതില്ല. ആട്ടെ, നീയാണോ എന്റെ മോളെ വഴിപിഴപ്പിക്കുന്നവൻ? അല്ലേ അല്ല. അതെനിക്കറിയാം. അതിന് കാരണക്കാരി അവക്കടെ തള്ള തന്നെയാ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛാ, പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താടി കാര്യം? കേറി പോടിയകത്ത്. എന്റെ മോളെ വിവാഹം കഴിക്കാൻ
നിനക്ക് എന്താടാ യോഗ്യത? മോട്ടറിന്റെ ഫാനിന്റെ ഒക്കെ പണി അറിയാം. ആണോ? വെള്ളമടിച്ചിട്ട് കറങ്ങി നടക്കും. എന്ത്? എന്നാലും അവളെ പോറ്റി വളർത്തും ഞാൻ. എടാ നീ കെട്ടിയ നീ വളർത്തണം, അല്ലാതെ കണ്ട പോറ്റിനെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റുമോ അവളെ? അമ്മാവാ, ഇവിടത്തെ ബാത്റൂം സെറ്റപ്പാണ് കേട്ടോ. എന്താടാ മോനെ? തുറക്കുമ്പോ ലൈറ്റ് കത്തും, അടക്കുമ്പോ ലൈറ്റ് അണയും. അകത്തോട്ട് കയറിയ കിട്ടുകിട്ടാ വിറക്കുന്ന തണുപ്പും. ഈശ്വര, ഇവിടത്തെ ഫ്രിഡ്ജിനകത്ത് കയറിയാണടാ പടയെ നീ മൂത്രമൊഴിച്ചത്. അമ്മാവാ, ആരാണിത്? ഇവനാടാ നിന്റെ പെണ്ണിനെ ശല്യം ചെയ്യുന്ന ചിന്നത്തമ്പി. എടാ, ഇനി നീ ഈ വീടിന്റെ പരിസരത്തെങ്ങാനും വന്നാൽ ഞാനതിന്റെ ഏഴയിലേക്കത്ത് വരില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിടിപ്പിച്ചാൽ തലയ്ക്ക് പ്രഷർ കയറിയാൽ പിന്നെ എന്റെ കുടുംബം. ചിന്നത്തമ്പി, നിനക്ക് പോകാം. വെറുതെ ഇവിടെ പ്രശ്നമുണ്ടാക്കരുത്. പോകാനല്ലേ പറഞ്ഞത്? അയ്യോ, അടുത്ത ജന്മത്തിലെങ്കിലും മൈത്രിയെ എനിക്ക് വേണം. അമ്മാവാ, ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? എന്നാ പിന്നെ ഞങ്ങളുടെ കല്യാണത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും അങ്ങ് ചെയ്യേ. എന്തു പറ്റി സാവിത്രി കുട്ടി? നിങ്ങൾ ചിന്നത്തമ്മ പറഞ്ഞു വിട്ടതറിഞ്ഞ് നമ്മുടെ മകൾ ആത്മഹത്യ ചെയ്യാൻ റൂമിൽ കയറി വാതിലടച്ച മനുഷ്യ. എന്റെ പൊന്നുമോളെ, മോളെ അരുത് മോളെ, അത് ചില്ലാണത്. അത് താഴെ വീണ പൊട്ടിയ നിന്റെ കാലെ കുത്തി കയറും മോളെ. വേണ്ട മോളെ. മോളെ, അത് ടിവിയാണ് മോളെ, അത് തല്ലി പൊട്ടിക്കരുത് മോളെ. മോളെ അരുത് മോളെ. മോൾ എന്ത് പറഞ്ഞാലും അച്ഛൻ അനുസരിക്കാം. വേണ്ട മോളെ, അരുത് മോളെ, എന്റെ പൊന്നു മോളെ, വേണ്ട മോളെ. മോളെ, കഥക് തുറക്കും മോളെ. എടി വാതിൽ തുറക്കടി. മോളെ, മോളെ. നമ്മളെ വിളിച്ചാലൊന്നും അവൾ ഉണരില്ല. നിങ്ങൾ ചെന്ന് ആ ചിന്നത്തമ്പിയെ വിളിച്ചോണ്ട് വാ. മോളെ, എടി ഒന്ന് കണ്ണു തുറക്കടി. മോളെ, അച്ഛൻ ഇപ്പം ചിന്നത്തമ്പിയായിട്ട് വരും. മോളെ, നിന്റെ ചിന്നത്തമ്പി വന്നിരിക്കുന്നു. എടാ നീ ഒരു പാട്ട് പാടുക. പാട്ട് പാടി അവൾ ഉണരും. അങ്ങനെയല്ല സിനിമയിൽ കാണിച്ചേക്കണത്. ഓക്കെ. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ, ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ. എടാ കുരുത്തം കേട്ടവനെ, എടാ ഈ പാട്ട് പാടാനില്ല പറഞ്ഞ. ചിന്നത്തമ്പി എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് പാടാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിലെ പാട്ട് അറിയത്തില്ലെന്നേ. അത് പറഞ്ഞാൽ പറ്റുമൊന്നുമില്ല. നീ ആ പാട്ട് പാടണം. ഷോ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇങ്ങോട്ടെങ്ങും വരണ്ടായിരുന്നു. എന്തായാലും ഇത് ശ്രമിച്ചു നോക്കാം. குழு குழு அறையில கொஞ்சி கொஞ்சி தவழ்ந்தது குடிசைய விரும்புமா? சிலு சிலு சிலுவின இங்கிருக்கும் காத்து அங்க அடிக்குமா கிடைக்குமா? பளிங்கு போலவும் வீடு வழியில பள்ளம் மேடு, வரப்பு மேடும் வயலோடும் பறந்து போவேன் பாரு. அதிசயமா കുരുത്തം കേട്ടവനെ, വോഗ്മാനിൽ പാട്ട് കേൾപ്പിച്ച് ആളെ പറ്റിക്കാൻ നോർത്തടാ നീ. നിർത്ത്. ചിന്നത്തമ്പി, നിനക്ക് സന്തോഷമായില്ലേ? അച്ഛന്റെയും അമ്മയുടെയും എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? തീർന്നു. ഇനി ഇവിടെ തീരാൻ ഒന്നേ ഉള്ളൂ. അതെന്താണ്? ഈ നാടകം. താത്തടാ കർത്തൻ. அரமனான கிளி தரையில நடப்பது நடக்குமா அடுக்குமா? பனியிலும் வெட்ட